ക്രിപ്റ്റോക്സ് തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LSTയുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. നമുക്കറിയാമല്ലോ, അവര് മിന്നാന്നും തോൽക്കുന്ന കാഴ്ച കണ്ടില്ലേ. അപ്പോ ഇപ്പൊ അവർക്കൊരു നല്ലൊരു ന്യൂസ് വരുന്നുണ്ട്, ഒരു ഹാപ്പി ന്യൂസ്. അതായത് ജോഷ് ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ഡിസ്ട്രിക്ട് ബാറ്റർ ആയിട്ട് ജോഷ് ഇംഗ്ലീഷ് May 4th LSTയോട് ജോയിൻ ചെയ്യും. മുംബൈ ഇന്ത്യൻസ് അദ്ദേഹം കളിച്ചേക്കും May 4. May 4 കഴിയുമ്പോൾ 10-12 ദിവസം കൂടി ഉണ്ട്. ജോഷ് ഇംഗ്ലീഷ് ടു ജോയിൻ LST ബിഫോർ May 4 മാച്ച് അഗെയിൻസ്റ്റ് MI എന്നാണ് ഇവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള എൻഡ്രിക് നോർക്കയും LST ക്യാമ്പ് കഴിഞ്ഞ ആഴ്ച ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കൂടി പറയുന്നുണ്ട്. ഇപ്പൊ ഓസ്ട്രേലിയൻ ബാറ്റർ ആയിട്ട് ജോഷ് ഇംഗ്ലീഷ് ലക്നൌവിന് വേണ്ടിയിട്ട് ഹെഡ് ഓഫ് ദർ ഗെയിം അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് May 4 അദ്ദേഹം ജോയിൻ ചെയ്ത് പറയുന്നുണ്ട്. അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഞാൻ കളിക്കാനുണ്ടാവില്ലെന്ന്. അദ്ദേഹം ഓൾറെഡി ടീം അറിയിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ വെഡിങ് April 18 കഴിയുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ. April 18 2 ദിവസം കല്യാണം കഴിയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് ദിവസം കൂടി 2 ആഴ്ച കൂടി ഫാമിലിയോടുകൂടി സ്പെൻഡ് ചെയ്യണമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം May 4 മുമ്പായിട്ട് തന്നെ ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്നതോടെ അദ്ദേഹം പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം 278 റൺസാണ് PBKs അടിച്ചത്. 162 സ്ട്രൈക്ക് റേറ്റാണ് ബാറ്റ് വീശിയത്. അദ്ദേഹത്തിന് ഇപ്പൊ LST 8.6 കോടിക്കാണ് ഈ ടൂർണമെന്റിൽ ലക്നൗ എടുത്തത്. ഇപ്പൊ ലക്നൗ May 4 അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹം കളിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ വേണ്ട. കാരണം ഇപ്പോ നമ്മുടെ LSTക്ക് ഇപ്പോ കറന്റ് പ്ലേ ചെയ്യുന്ന ഫോറിനേഴ്സ് ആണ് മിച്ചൽ മാഷ്, എയ്ഡൻ മർക്കർ, നിക്കോളാസ് പൂറനൊക്കെയാണ്. പിന്നെ സൗത്ത് ആഫ്രിക്കനായ ജോർജ് ലിൻഡിയൊക്കെയാണ് കളിക്കാനുള്ളത്. ഇതിലിപ്പോ കാര്യം എന്താണെന്ന് അറിയോ, നിക്കിപി ഈ സീസണിൽ ഫോം ഔട്ടാണ്. അദ്ദേഹത്തിനെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് പകരം ഒരുപക്ഷെ ഇംഗ്ലീഷ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ലക്നൌവിന് അത് കൂടുതൽ ഇമ്പാക്ട് ആവും. പിന്നെ എൻഡ്രിക് നോർക്കയുടെ കാര്യം, അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം എന്താണ് കൃത്യമായിട്ട് പറഞ്ഞത്, അദ്ദേഹത്തിന് ഇപ്പൊ ക്യാമ്പ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ ഇനിയിപ്പോ അവസാനത്തെ ഫിക്സ്ഡ് ആകുമ്പോഴത്തേക്കൊക്കെ അദ്ദേഹം വരാനുള്ള ചാൻസ് കൂടി ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസിന് നമ്മൾ വീണ്ടും എത്താം.